തൃശ്ശൂരായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ച കാരണം സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളൊന്നും നടക്കുന്നത് തൃശ്ശൂരാണ്. ഇവിടെ ഹിന്ദു വോട്ട് ഇത്ര, ക്രിസ്ത്യൻ വോട്ട് ഇത്ര, മുസ്ലിം വോട്ട് ഇത്ര, ഈ രീതിയിലുള്ള ചർച്ചകൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യരെ നമ്മളിങ്ങനെ വേർതിരിച്ച് കമ്പാർട്ട്മെന്റ് എത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ജയിക്കോ തോൽക്കോ എന്നുള്ളത് നിൽക്കട്ടെ. എന്തിനാണ് ഈ മനുഷ്യരെ നമ്മളിങ്ങനെ ഇവർ ഹിന്ദുക്കൾ, ഇവർ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ പറയുന്നത്? അങ്ങനെയാണോ നമ്മളൊക്കെ ജയിച്ചിട്ടുള്ളത്? ഇവിടെ ഞാനൊക്കെ ജയിച്ചില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജാതി മതം നോക്കിയൊന്നുമല്ല ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. നമ്മൾ അവരെ ആരോപിക്കരുത്, വെറുതെ നമ്മൾ അങ്ങനെ പറയരുത്. ഇവിടുത്തെ ഇപ്പോ മണിപ്പൂരിലെ പ്രശ്നം ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണെന്നാണോ നമ്മൾ ധരിക്കുന്നത്? അങ്ങനെയല്ല, അങ്ങനത്തെ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. മണിപ്പൂരിലുണ്ടായ പ്രശ്നം ക്രൈസ്തവരുടെ പ്രശ്നമാണ്, അല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമായിട്ട് കാണണം. അപ്പൊ അങ്ങനെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ജനങ്ങളുടെ പ്രശ്നം എന്താണ്, അതാണ് വിഷയം. അതിൽ ഓരോ ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളുണ്ടാവും, അത് അങ്ങനെ കാണണം നമ്മൾ. ചോദ്യം കൂടി, നിലവിലെ എം പിക്ക് നിങ്ങൾ എത്ര ശതമാനം മാർക്ക് നൽകും? നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് അസംബ്ലിയിലൊക്കെ. നമ്മള് ശതമാനം മാർക്കണം, ഞാൻ അധ്യാപകരൊന്നുമില്ല. അതൊക്കെ ജനങ്ങളാണ്. അതൊക്കെ ജനങ്ങളാണ് ഇപ്പോ അധ്യാപകരും ഹെഡ് മാസ്റ്റർ അവരാണ്. അപ്പൊ ഞാനും അതുപോലെ ഒരു അദ്ദേഹത്തെ പോലെ തന്നെ മാർക്കിടാൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആളെ മാർക്കിടുന്നത് അതിന്റെ ആവശ്യം.